പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് അച്ഛനെ ഓൺലൈനിലൂടെ കാണുന്നവർക്ക് വേണ്ടി പറയാട്ടോ, നിങ്ങൾക്കല്ല. അപ്പം അതുകൊണ്ട് അച്ഛൻ്റെ ഈ നവജ്യോതി റിന്യൂവൽ സെൻറ്ററിലുള്ള താമസിച്ചുള്ള ധ്യാനം ഈ മാസം വരുന്നത് ജൂൺ 14, 15, 16 തീയതികളിലാണ്. ഇത് കോഴിക്കോട് രൂപതയുടെ പാസ്റ്റർ സെൻ്ററാണ്. ഇവിടെ ധ്യാനം നടക്കുന്നത് ഈ മാസം. ആന്തരിക വിടുതൽ ധ്യാനം നടക്കുന്നത് ജൂൺ 14, 15, 16 തീയതികളിലാണ്. 14-ാം തീയതി എന്ന് പറയുന്നത് വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച വൈകുന്നേരം 5:30 മണിക്ക് തുടങ്ങിയിട്ട് ഞായറാഴ്ച 1 മണിക്ക് അവസാനിക്കുന്നു. ഏകദേശം 1.5 ദിവസം ഉള്ളൂ ധ്യാനം. അപ്പോൾ ലീവ് ഒന്നും എടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഈ ആന്തരിക വിടുതൽ ധ്യാനത്തിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ വിളിച്ച് ബുക്ക് ചെയ്യണമെന്ന് സ്നേഹത്തോടെ അച്ഛൻ പറയുകയാണ്. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് അച്ഛൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം ദൈവിക പദ്ധതിയും മനുഷ്യന്റെ പ്രയത്നവും. ദൈവിക പദ്ധതിയും മനുഷ്യന്റെ പ്രയത്നവും, ഇതാണ് ടൈറ്റില്. ദൈവിക പദ്ധതിയും മനുഷ്യന്റെ പ്രയത്നവും. ഒന്നും ഓർത്തില്ലെങ്കിൽ ദൈവിക പദ്ധതി എന്ന് പറയുന്ന വാക്ക് ഒന്ന് മനസ്സിൽ ഓർത്ത് വച്ചേക്കാം. ദൈവത്തിന് മനുഷ്യരായ നമ്മളെക്കുറിച്ച് പദ്ധതിയുണ്ടോ? ഉണ്ടോ? എല്ലാവരെക്കുറിച്ചും പദ്ധതിയുണ്ടോ? അച്ഛനെക്കുറിച്ച് പദ്ധതിയുണ്ട്, ഷാലുവിനെക്കുറിച്ച് പദ്ധതിയുണ്ട്, അമ്മച്ചിനെക്കുറിച്ച് പദ്ധതിയുണ്ട്. എല്ലാവരെക്കുറിച്ച് കർത്താവിന് വളരെ വ്യക്തമായിട്ടുള്ള പദ്ധതിയുണ്ട്. ബൈബിളുണ്ട് എല്ലാവരുടെയും കയ്യിൽ? തൊട്ടടുത്ത് നോക്കിയേ. ബൈബിൾ ഇല്ലെങ്കിൽ പുറകിൽ എടുക്കാം. ബൈബിൾ അവിടെയൊക്കെ വച്ചിട്ടുണ്ടെന്നാണ് അച്ഛൻ്റെ ഓർമ്മ. പെട്ടെന്ന് എടുത്തേക്കുക, പെട്ടെന്ന് വായിച്ചേക്കുക. സങ്കീർത്തനം 33:11. കർത്താവിന്റെ പദ്ധതികൾ ശാശ്വതമാണ്, അവിടുത്തെ ചിന്തകൾ തലമുറകളോളം നിലനിൽക്കുന്നു. കർത്താവിന്റെ പദ്ധതികൾ ശാശ്വതമാണ്, അവിടുത്തെ ചിന്തകൾ തലമുറകളോളം നിലനിൽക്കുന്നു. ഒന്നേറ്റ് പറഞ്ഞേ, കർത്താവിന്റെ പദ്ധതികൾ ശാശ്വതമാണ്, അവിടുത്തെ ചിന്തകൾ തലമുറകളോളം നിലനിൽക്കുന്നു. കയ്യിൽ പേന ഉണ്ടെങ്കിൽ ബൈബിളിൽ ഈ വാക്കൊന്ന് അണ്ടർലൈൻ ചെയ്യണം. കർത്താവിന്റെ പദ്ധതികൾ ശാശ്വതമാണ്. ശാശ്വതമാണെന്നുള്ളൊരു വാക്കൊന്ന് അണ്ടർലൈൻ ചെയ്തോ കേട്ടോ. ശാശ്വതമാണ്, ശാശ്വതമാണ്, ഒരു മാറ്റവും എന്നുള്ളതാണ് ശാശ്വതമാണ് എന്നുള്ളൊരു വാക്കിൻ്റെ അർത്ഥം. മനുഷ്യരായ നമ്മുടെ പദ്ധതികളൊക്കെ മാറ്റം ഉണ്ടാവും, പക്ഷെ ദൈവത്തിൻ്റെ പദ്ധതികൾ എപ്പോഴും ശാശ്വതമാണ്. എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും നിന്നെക്കുറിച്ചുമുള്ള ദൈവത്തിൻ്റെ പദ്ധതി എപ്പോഴും ശാശ്വതമാണ്. സുഭാഷിതങ്ങൾ 19:21. സുഭാഷിതങ്ങൾ 19:21 കിട്ടിയോ? സുഭാഷിതങ്ങൾ 19:21. മനുഷ്യൻ പലതും ആലോചിച്ചു വയ്ക്കുന്നു, നടപ്പിൽ വരുത്തുന്നത് കർത്താവിന്റെ തീരുമാനമാണ്. എന്നിട്ട് പറഞ്ഞേ, മനുഷ്യൻ പലതും ആലോചിച്ചു വയ്ക്കുന്നു, നടപ്പിൽ വരുത്തുന്നത് കർത്താവിന്റെ തീരുമാനമാണ്. മനുഷ്യൻ പലതും ആലോചിച്ചു വയ്ക്കുന്നു, പക്ഷെ എല്ലാം നടപ്പിൽ വരുത്തുന്നത് കർത്താവിന്റെ തീരുമാനമാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദാനിയേലച്ചന്റെ കാര്യവും നിങ്ങൾക്കറിയാലോ. അച്ഛനൊരു എന്താണ്, ഇതുപോലെ ആരുമില്ലാത്ത ഒരു സ്ഥലമാണ്. ഒരു എന്താ പറയാ, ഒരു ഹോള് മാത്രം അച്ഛൻ പതിയെ പണിതുണ്ടാക്കി. അങ്ങനെ ദിവികാരനെ എഴുന്നള്ളിച്ച് വെച്ച് പ്രാർത്ഥിച്ച് വട്ടായിലച്ഛൻ അങ്ങനെ തന്നെ ഒന്നുമില്ലായ്മയിൽ നിന്ന് ദൈവം എല്ലാം നൽകി. കേരളത്തെ എത്രമാത്രം എന്താണ് ദൈവം അംഗീകരിച്ചിരിക്കുന്നു, അനുഗ്രഹിച്ചിരിക്കുന്നു. കേരളത്തിലുള്ളത്ര ധ്യാനകേന്ദ്രങ്ങൾ വേറെ എവിടെയില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? കേരളത്തിൽ വചനം പ്രഘോഷിക്കുന്നത്ര വചന പ്രഘോഷണങ്ങൾ ലോകത്ത് വേറെ എവിടെയില്ല. ഉണ്ടോ? ഇല്ല. കേരളത്തിൽ നമ്മൾ മൈനോറിറ്റിയാണ്. ഇന്ത്യയിൽ 2%, 2.5%, എത്ര ശതമാനം ഉണ്ട് ടീച്ചറെ? നമ്മൾ 2.5% ഉള്ളൂ. പക്ഷേ ഈ 2.5% ആളുകൾക്ക് വേണ്ടിയിട്ട് ആയിരക്കണക്കിന് ധ്യാനകേന്ദ്രങ്ങൾ ഉണ്ടെന്നുള്ള കാര്യം വളരെയധികം സന്തോഷമുള്ളൊരു കാര്യമാണ്. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ തന്നെ നോക്കിയേ, ഇവിടെ ഒന്നുണ്ട്. പിന്നെ ഇവിടെ ഗെത്സമേൻ ധ്യാനകേന്ദ്രം ഉണ്ട്. വേറെ ഏതുണ്ട് തൊട്ടടുത്ത ധ്യാനകേന്ദ്രങ്ങളായിട്ട്? കടലുണ്ടി ഉണ്ട്. ഇനി വയനാട് കയറി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ധ്യാനകേന്ദ്രങ്ങൾ. നമ്മുടെ ബഹുമാനപ്പെട്ട സിസ്റ്റർ ജാൻസി അവിടെ മക്കിയാട് ധ്യാനകേന്ദ്രം ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന വെച്ചാണ് കേട്ടോ. അപ്പം അങ്ങനെയൊക്കെ ഒത്തിരി ധ്യാനകേന്ദ്രങ്ങൾ നമുക്കുണ്ട്. ദൈവം ഒത്തിരി നമ്മളെ അനുഗ്രഹിക്കുന്നു, സ്നേഹിക്കുന്നു എന്നതിന്റെ തെളിവാണ് ആ ധ്യാനകേന്ദ്രങ്ങളൊക്കെ. വലതുകരം ഉയർത്തി പറഞ്ഞേ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന് എല്ലാ കാര്യങ്ങളെ കുറിച്ചും വളരെ വ്യക്തമായിട്ടുള്ള
പദ്ധതികളുണ്ട്. എടുത്തോ യെരമ്യാ 1:5. ഞാൻ ചോദിക്കട്ടെ, ഷാലു, നിന്നെക്കുറിച്ച് ദൈവത്തിന് പദ്ധതി ഉണ്ടോ? ഉണ്ടോ? ഉഷേച്ചി, പദ്ധതി ഉണ്ടോ? ടീച്ചറിന് പദ്ധതി ഉണ്ടോ? നോർമേട്ടനെ കുറിച്ച് പദ്ധതി ഉണ്ടോ? ഉണ്ട്. പദ്ധതി ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർ വലതുകരം ഉയർത്തി പറഞ്ഞേ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. ദൈവത്തിന്റെ പദ്ധതിயின் പ്രകാരമാണ് ഞാനും നിങ്ങളൊക്കെ ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത്. ചിലര് അച്ഛനെ കേൾക്കുന്നവരൊക്കെ ചിന്തിക്കുന്നത് എന്റെ പാഴ് ജന്മമാണ്, എന്നെ കൊണ്ട് ഒരു ഉപകാരവും ഇല്ല, ഒന്നിനും കൊള്ളൂല്ലാത്ത ആളാണ് ഞാനെന്നൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോ, ഇല്ല, നീ ദൈവത്തിന്റെ പദ്ധതിயின் പ്രകാരമാണ് ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത്. നമ്മുടെ കോഴിക്കോട് രൂപത മെത്രാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ദൈവത്തിനൊരിക്കലും തെറ്റുപറ്റത്തില്ലെന്ന്. ദൈവത്തിനൊരിക്കലും തെറ്റുപറ്റത്തില്ല. എന്നെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ, നിന്നെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് നിന്നെക്കുറിച്ച് വ്യക്തമായ ഒരു പദ്ധതിയുണ്ട്. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വേഗം എടുത്തോ യെരമ്യാ 1:5. മാതാവിന്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു, ജനിക്കുന്നതിന് മുൻപേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, ജനതകൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയോഗിച്ചു. മാതാവിന്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. അതായത് ജിൻസി ഈ അമ്മയുടെ ഉദരത്തിൽ വരുന്നതിന് മുമ്പേ, മനസ്സിലാവുന്നുണ്ടോ? ഹലോ, മനസ്സിലാവുന്നുണ്ടോ? ജിൻസി ഈ അമ്മയുടെ ഉദരത്തിൽ വരുന്നതിന് മുമ്പേ കർത്താവ് എന്ത് ചെയ്തു? കർത്താവ് എന്ത് ചെയ്തെന്ന് പറയാ, ഞാൻ നിന്നെ അറിഞ്ഞു, ജനിക്കുന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, ജനങ്ങൾക്ക് പ്രവാചകയായി ജിൻസിയെ ദൈവം നിയോഗിച്ചിരിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെയും കുറിച്ച് ദൈവത്തിന് വ്യക്തമായിട്ടുള്ള പദ്ധതിയുണ്ട്. ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത് ദൈവത്തിന്റെ ഇഷ്ടപ്രകാരവും പദ്ധതിയും പ്രകാരമാണ്. ഈ ഭ്രൂണഹത്യയൊക്കെ ചെയ്യുന്നവരോട് ഞാനത് പറയാട്ടോ, നമ്മൾ എപ്പോഴാണോ ഈ ഭ്രൂണഹത്യയൊക്കെ ചെയ്യുന്നത്, then we are acting against the will of God. ദൈവത്തിന്റെ പദ്ധതിക്ക് എതിരാണ് നീ ചെയ്തു കൂട്ടുന്നത് എന്നുള്ളൊരു ബോധ്യം നിനക്ക് വേണം. ഓരോ കുഞ്ഞിനെയും ദൈവം ഭൂമിയിലേക്ക് അയക്കുന്നത് ദൈവത്തിന്റെ പദ്ധതിയും പ്രകാരമാണ്. ഇപ്പൊ ഈ കുഞ്ഞ് ഭൂമിയിലേക്ക് വന്നിട്ടുണ്ട്. ഈ കുഞ്ഞ് ഭൂമിയിലേക്ക് വന്നിരിക്കുന്ന ദൈവത്തിന്റെ പദ്ധതി എന്താവാം? ചിലപ്പോൾ അവളൊരു ശാസ്ത്രജ്ഞയായിട്ട് മാറണം, അല്ലെങ്കിൽ അവളൊരു സിസ്റ്ററായിട്ട് മാറണം, അല്ലെങ്കിൽ ഇന്ത്യൻ വനിതാ പ്രധാനമന്ത്രിയായിട്ട് മാറണം. കർത്താവിന്റെ പദ്ധതിയായിരിക്കും, പറയാൻ പറ്റത്തില്ല. ഇപ്പൊ എന്ത് ചെയ്യണം? ഈ കുഞ്ഞിനെ ഭൂമിയിലേക്ക് ജനിക്കാനായിട്ട് മാതാപിതാക്കള് തടസ്സം നിന്ന് കഴിഞ്ഞാൽ, ഈ കുഞ്ഞ് ജനിച്ചില്ല എങ്കിൽ, കുഞ്ഞിനെ ഭ്രൂണഹത്യ ചെയ്ത് നശിപ്പിച്ച് കളഞ്ഞ് എന്ത് ചെയ്യും? ദൈവത്തിന്റെ പദ്ധതി നടക്കത്തില്ല. ജിൻസിയെ കുറിച്ചുള്ള പദ്ധതിയല്ല അച്ഛനെ കുറിച്ചുള്ള പദ്ധതി, അമ്മച്ചിനെ കുറിച്ചുള്ള പദ്ധതിയല്ല നമ്മുടെ സുന്ദരനായ ക്യാമറമാനെ കുറിച്ചുള്ള പദ്ധതി. കണ്ണടയും വെച്ചിരിക്കുകയാണ്, ഒടുക്കത്തെ സൗന്ദര്യമാണ് അവന്. അതാണ് ദൈവത്തിന് ഓരോരുത്തരെയും കുറിച്ച് ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ടുള്ള പദ്ധതികളുണ്ട്. ആ പദ്ധതികളെ ഒരിക്കലും ഞാനോ നീയോ തകിടം മറിക്കാൻ പാടില്ല. അച്ഛനെ നേരിട്ട് കേൾക്കുന്നവർക്കും ഓൺലൈനിലൂടെ കേൾക്കുന്നവരൊക്കെ ആരെങ്കിലുമൊക്കെ ഭ്രൂണഹത്യ ചെയ്യാൻ തീരുമാനിച്ച് നിൽക്കുവാണെങ്കിൽ അച്ഛൻ പറയാണ്, യു ഷുഡ് നോട്ട് ഡു ഇറ്റ്. യു ആർ ആക്ടിങ് അഗൈൻസ്റ്റ് ദ വിൽ ഓഫ് ഗോഡ്. നീ ദൈവത്തിന്റെ പദ്ധതിക്കെതിരെയാണ് പ്രവർത്തിക്കുന്നത്. നീ ദൈവത്തിന്റെ പദ്ധതിക്കെതിരെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ദൈവവും നിനക്കെതിരെ തിരിയാനുള്ള സാധ്യതകളുണ്ട്. എൻ്റെ അടുത്ത് ഒത്തിരി പേര് വന്ന് പറയാറുണ്ട്, അച്ഛാ ആ കാര്യം നടക്കുന്നില്ല, ഈ കാര്യം നടക്കുന്നില്ല, അങ്ങനെ നടക്കുന്നില്ല, ഇങ്ങനെ നടക്കുന്നില്ല. ചില അങ്ങനെ തടസ്സങ്ങളൊക്കെ വരാനുള്ള മെയിൻ കാരണങ്ങളിലൊന്നും അവരുടെ തന്നെ കയ്യിലിരിപ്പായിരിക്കാം. കൊച്ചിനെയൊക്കെ 2-3 ഭ്രൂണഹത്യയൊക്കെ നടത്തിയിട്ടൊക്കെ വന്നേക്കായിരിക്കാം. ദൈവത്തിന്റെ ചങ്ക് കലങ്ങി നിൽക്കായിരിക്കാം. അങ്ങനെയൊന്നും നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഒരു കുഞ്ഞിനെയും നമുക്ക് നശിപ്പിക്കാൻ പാടില്ല. ചിലർ പറയും, അച്ഛാ പെട്ടെന്ന് കൊച്ചായിപ്പോയി. ആര് പറഞ്ഞു പെട്ടെന്ന് കൊച്ചാക്കാൻ? അച്ഛാ സാമ്പത്തികമായിട്ട് ഞെരുക്കുവായി. സാമ്പത്തികമായി ഞെരുക്കുവാണെന്ന് നിങ്ങൾക്ക് അറിയില്ലായിരുന്നോ? ചിലരൊക്കെ എന്നോട് പറയണം, അച്ഛാ സാമ്പത്തികമായി ഞെരുക്കുമായിരുന്നു, പക്ഷേ കുട്ടികൾ ഉണ്ടാകും തോറും ദൈവം ഇങ്ങനെ അനുഗ്രഹങ്ങൾ ഇങ്ങനെ നൽകിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് ഒരിക്കലും ഒരു കുഞ്ഞിനെയും നശിപ്പിക്കാനോ കൊല്ലാനോ ഒന്നുള്ള യാതൊരു റൈറ്റും ഇല്ല. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ത്യൻ നിയമം അനുസരിച്ച് നമുക്ക് ഭ്രൂണഹത്യ ചെയ്യുന്നതിന് തെറ്റില്ല. പക്ഷെ ദൈവത്തിന്റെ കോടതിയില്, ദൈവത്തിന്റെ നിയമത്തിന്റെ മുന്നില് അതെപ്പോഴും തെറ്റാണെന്ന് നമ്മൾ ഓർത്തിരിക്കുക. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വേഗം എടുത്തോ യെരമ്യാ 29:11. കർത്താവ് അരുൾ ചെയ്യുന്നു,
നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എന്റെ മനസ്സിലുണ്ട്. നിങ്ങളുടെ നാശത്തിനല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണത്. നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. ഒന്നേറ്റ് പറയാമോ? കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എന്റെ മനസ്സിലുണ്ട്. നിങ്ങളുടെ നാശത്തിനല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണത്. നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. ഈ വചനം പലപ്പോഴും മിസ്ഇന്റർപ്രറ്റഡ് ആവാറുണ്ട്. അതായത് ഈ പലരും ഉണ്ടല്ലോ ഇങ്ങനെയാണ് വിചാരിക്കുന്നത്, കർത്താവിനോട് പ്രാർത്ഥിച്ചാൽ എല്ലാ നന്മകളും എൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും, ഒരു ബുദ്ധിമുട്ടോ ഒരു സങ്കടമോ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരത്തില്ലെന്നുള്ളൊരു തെറ്റായൊരു ധാരണ നമുക്കുണ്ട്. ഇത് വായിക്കുമ്പോൾ നമുക്ക് തോന്നില്ലേ, നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. കണ്ടോ, കംപ്ലീറ്റ് റോസാപ്പൂ വിരിച്ച പട്ടുമെത്തയുടെ മുകളിൽ കൂടി നടക്കുന്ന ഒരു ചിന്ത തോന്നും. അങ്ങനെയല്ല. പല അച്ഛൻ ചില ടോക്കുകളൊക്കെ കേൾക്കുമ്പോൾ തോന്നാറുണ്ട്, ഈ പ്രോസ്പെരിറ്റി ഗോസ്പൽ അല്ലെങ്കിൽ പ്രോസ്പെരിറ്റി ഗോസ്പൽ പ്രസംഗിക്കുന്നവരുണ്ട്. ചിലരെ കേൾക്കാൻ പറ്റും, ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് ഇന്ന സാധനം കിട്ടും, ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് ജോലി കിട്ടും, ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ രോഗം മാറും, ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ സഹനം മാറും. ദാറ്റ് ഈസ് റോങ്. ആക്ച്വലി ഇറ്റ് ഈസ് അഗെയിൻസ്റ്റ് ദ വെരി കൺസെപ്റ്റ് ആൻഡ് ക്രക്സ് ഓഫ് ക്രിസ്ത്യാനിറ്റി. ക്രിസ്ത്യാനിറ്റിക്ക് എതിരാണ് ആ പഠനങ്ങൾ. ഒരിക്കലും നമ്മൾ സുഖലോലഭമായ ഭൗതികത നിറഞ്ഞ ഈ ഗോസ്പല് സുവിശേഷം പ്രസംഗിക്കാൻ പാടില്ല. അത് തെറ്റാണ്. അവിടെയൊക്കെ എവിടെയെങ്കിൽ അത് പ്രസംഗിക്കപ്പെടുന്നു. നമ്മൾ സുവിശേഷങ്ങളിൽ കാണൂലേ, ഈ പത്രോസ് വന്നിട്ട് ആദ്യം കർത്താവ് പറയും, പത്രോസെ ശിഷ്യന്മാരെ, ഞാൻ 3 ദിവസത്തിനുള്ളിൽ പിടിക്കപ്പെടും, ഞാൻ കുരിശിലേക്ക് കയറ്റപ്പെടും. അപ്പൊ പത്രോസ് കർത്താവിനെ മാറ്റി നിർത്തിയിട്ട് പറയില്ല, എന്ത് പറയും? നിനക്കത് സംഭവിക്കാതിരിക്കട്ടെ. അപ്പൊ കർത്താവ് പത്രോസിനെ പറയുന്നത്, സാത്താനെ നീ ദൂരെ പോ, നീ മാറി നിൽക്കും, നീ സാത്താനെ എന്ന് വിളിക്കുന്നത്, വേറൊരു വാക്കുമല്ല. കുരിശിൽ നിന്ന് ഓടുന്ന ആത്മീയതകളൊന്നും നല്ല ആത്മീയതകളല്ല. ഇവിടെ വന്ന് ആരും പ്രാർത്ഥിക്കണ്ട, എൻ്റെ കടങ്ങൾ മാറാനോ എൻ്റെ രോഗങ്ങൾ മാറണോ കർത്താവേ, അങ്ങനെയുള്ള ആത്മീയതയൊക്കെ അപകടം നിറഞ്ഞൊരു ആത്മീയതയാണെന്ന് ഞാൻ പറയുള്ളൂ. കാരണം രോഗം മാറിക്കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ പൊടി കാണൂല, അല്ലെങ്കിൽ വിദേശത്ത് പോയി കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ പൊടി കാണൂല, കർത്താവിനെ കുറിച്ച് ഒരു ഒറ്റ ഓർമ്മ ഉണ്ടാവില്ല. നിങ്ങൾ ഈശോയിലേക്ക് വരുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിക്കേണ്ടത് ഒറ്റ കാര്യം മാത്രമാണ്, ഈശോയെ അങ്ങേ സ്നേഹിക്കാനുള്ള കൃപ തരണം. ഈശോയെ ജീവിതത്തിൻ്റെ പ്രതികൂല സാഹചര്യങ്ങളിലും അനുകൂല സാഹചര്യങ്ങളിലും അങ്ങയോട് ചേർന്ന് നിൽക്കാനുള്ള കൃപ നൽകണമേ. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഇന്നത്തെ ആത്മീയതയുടെ ഏറ്റവും വലിയൊരു പൊള്ളത്തരമായിട്ട് എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ഒന്നും വിചാരിക്കണ്ട, എൻ്റെ വാക്ക് സബ്സ്റ്റാൻഡേർഡ് ആണെന്ന് എനിക്കറിയാം, പക്ഷെ വേദന കൊണ്ട് പറയുകയാണ്. കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള ആത്മീയത, എല്ലാം ശരിയാവണം, അത് ശരിയാവണം, ഇത് ശരിയാവണം. എന്നാൽ ഈശോയുടെ ഒപ്പം ഇരിക്കാനോ, ഈശോയെ സ്നേഹിക്കാനോ, ഈശോയെ ആരാധിക്കാനോ, ഈശോയെ മഹത്വപ്പെടുത്താനൊന്നും ആർക്കും സമയമില്ല, താല്പര്യമില്ല. ഈ പ്രോസ്പെരിറ്റി ഗോസ്പലിൻ്റെ പുറകെ പോകുന്ന ഒരു തലമുറ, അത് അപകടം നിറഞ്ഞൊരു തലമുറയാണ്. ദൈവിക പദ്ധതിയിൽ ആശ്രയിക്കാതെ എൻ്റെ ജീവിതത്തിലേക്ക് ഇങ്ങനെ സഹനം വന്നിരിക്കുന്നത് ദൈവിക പദ്ധതിயின் പ്രകാരമാണെന്ന് ചിന്തിക്കാതെ ആ പദ്ധതിക്കെതിരെ മറുതലിക്കുന്ന ഒരു കൂട്ടം ജനത ഇങ്ങനെ രൂപപ്പെട്ടുകൊണ്ട് വരുന്നത് അപകടം നിറഞ്ഞ കാര്യമാണ്. വലതുകരം ഉയർത്തി പറഞ്ഞേ പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞ വചനം റോമ 8:28. എന്താണ് റോമ 8:28? കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞ വചനം. ഞാൻ എല്ലാവരോടും പറഞ്ഞു കാണാപ്പാഠം പഠിക്കണമെന്നൊക്കെ നമ്പർ ഇട്ട് പറഞ്ഞു. ഓർക്കുന്നുണ്ടോ ആരെങ്കിലും? റോമ 8:28. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സമസ്തവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. കൊള്ളാം. ഈ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം എടുത്ത്, 1-ാം അധ്യായം 29 തോന്നുന്നു, 29 എടുത്ത്. ക്രിസ്തുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല മറിച്ച് അവന് വേണ്ടി സഹിക്കാനുള്ള അനുഗ്രഹം. മോളൊന്ന് വായിച്ച്, നീ മൈക്കി കൂടി കിട്ടിയോ? അവനെ പ്രതി നിങ്ങൾക്ക് ലഭിക്കും. വായിക്ക് മൈക്കി കൂടി വായിക്ക്. ഫിലിപ്പി 1:29. ക്രിസ്തുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല അവന് വേണ്ടി സഹിക്കാൻ കൂടിയുള്ള അനുഗ്രഹം അവനെ പ്രതി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. ക്രിസ്തുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല, ക്രിസ്തുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല, ക്രിസ്തുവിനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവന് വേണ്ടി സഹിക്കാനുള്ളൊരു
തുറവിയും കൂടി നമുക്ക് വേണം കേട്ടോ. വലതുകരം ഉയർത്തി പറഞ്ഞേ, പ്രൈസ് ദി ലോർഡ്, Praise the Lord. പ്രൈസ് ദി ലോർഡ്, Praise the Lord. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. Hallelujah. അപ്പൊ ഇതൊരു ആമുഖമായിരുന്നു. ആമുഖമായിരുന്നു അച്ഛൻ പറഞ്ഞത്. അച്ഛന്റെ വിഷയം എന്തായിരുന്നു? ദൈവിക പദ്ധതിയും ദൈവിക പദ്ധതിയും മനുഷ്യ പ്രയത്നവും. മനുഷ്യന്റെ പ്രയത്നവും. ദൈവിക പദ്ധതിയും മനുഷ്യന്റെ പ്രയത്നവും. ഒന്നുമില്ലെങ്കിൽ ദൈവിക പദ്ധതി എന്ന് ഓർത്ത് വെച്ചേക്കാം. ഇനി ദൈവിക പദ്ധതി ജിൻസിയെ കുറിച്ചുള്ള, ശശി ബ്രദറിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി അറിയാൻ 3 കാര്യങ്ങൾ ചെയ്യണം. സോഹൻ ചേട്ടനെ കുറിച്ചുള്ള ദൈവിക പദ്ധതി അറിയാൻ 3 കാര്യങ്ങൾ. ഈ 3 കാര്യങ്ങൾ സീക്രട്ടാണ്. നിങ്ങൾ പുറത്തൊന്നും പോയി പറഞ്ഞു കൊടുക്കരുത്. അച്ഛൻ ഇന്നലെ ദിവ്യഗാനത്തിന് മുന്നിൽ ഇരുന്നപ്പോൾ ഈശോ ഇങ്ങനെ വ്യക്തമായിട്ട് പറഞ്ഞു തന്ന 3 പോയിന്റുകളാണ് കേട്ടോ. ദൈവിക പദ്ധതി, എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചുമുള്ള ദൈവിക പദ്ധതി അറിയാൻ ഈ 3 കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ മതി. അപ്പൊ ദൈവിക പദ്ധതി, നമ്മുടെ ജീവിതത്തിലുള്ള ദൈവിക പദ്ധതി അറിയാൻ 3 കാര്യങ്ങൾ. ഒന്നാമത്തേത് കണ്ടുമുട്ടുക, രണ്ടാമത്തേത് കൂടെ ഇരിക്കുക, മൂന്നാമത്തേത് കാത്തിരിക്കുക. ഈ 3 കാര്യങ്ങൾ മനസ്സിലോർത്ത് വയ്ക്കുക. ഒന്നാമത്തെ ഹെഡിങ് എഴുതാം. എന്താ? കണ്ടുമുട്ടുക. പുറപ്പാടിന്റെ പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ണോടിച്ചാൽ മതി. ഹെഡിങ് എന്താ? ദൈവം മോശയെ വിളിക്കുകയാണ്. മോശ തന്റെ അമ്മായിയപ്പനായ യത്രോയുടെ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് കർത്താവിന്റെ മലയുടെ പേരെന്താ? നോക്കിയേ, 5-ാമത്തെ ലൈനിലോ 6-ാമത്തെ ലൈനിലായിട്ടുണ്ട്. ഹോറേബ് മലയിൽ. അച്ഛന്റെ കൂടെ നിൽക്കണം കേട്ടോ. ഹലോ, അച്ഛന്റെ കൂടെ ഉണ്ടോ? ചിന്ത വിട്ടു പോരുത് കേട്ടോ. എൻ്റെ കൂടെ നിന്നില്ലെങ്കിൽ കണ്ടുമുട്ടൂല കർത്താവിനെ. അവിടെ ഇരിക്കത്തുള്ളൂ, കാത്തിരിക്കത്തുള്ളൂ. അവസാനത്തെ പോയിന്റിൽ മാത്രം അവസാനിക്കും. കണ്ടുമുട്ടണമെങ്കിൽ എൻ്റെ കൂടെ യാത്ര ചെയ്യണം. വളരെ വ്യക്തമായിട്ട് എൻ്റെ കൂടെ യാത്ര. ഞാൻ എപ്പോഴും പറയുന്ന പോലെ പുഴുങ്ങിയ പഴം പോലെ ഞാൻ പറയുള്ളൂ. ഇതിനേക്കാളും സോഫ്റ്റായിട്ട് കത്തോലിക്ക സഭയിൽ കർത്താവിന് മാത്രമേ പറഞ്ഞു തരാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് എൻ്റെ കൂടെ യാത്ര ചെയ്യുക. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, Praise the Lord. പ്രൈസ് ദി ലോർഡ്, Praise the Lord. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. Hallelujah. അച്ഛനെ നോക്ക്. മോശയെ കർത്താവ് വിളിക്കുന്നതാണ് കാണുന്നത്. മോശയുടെ അമ്മായിയപ്പന്റെ പേരെന്താ? ജത്രോ കേട്ടോ. ജത്രോന്റെ ആടുകളെയൊക്കെ മേയിച്ച് ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഹോറേബ് മലയിൽ വെച്ചിട്ട് കർത്താവ് കത്തുന്ന മുൾപ്പടർപ്പിൽ ഇങ്ങനെ വരികയാണ്. മുൾപ്പടർപ്പിൽ ഇങ്ങനെ തീയായിട്ട് വരികയാണ്. ദൈവം ഇങ്ങനെ മുൾപ്പടർപ്പിൽ വരികയാണ്. മോശ എന്ന് കഴിഞ്ഞപ്പോൾ ഈ മുള്ള് കത്തി എരിയുന്നുമില്ല, ഇങ്ങനെ മുള്ളിങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്ത് എടുത്തോ, മോശ ചമ്പലാകുന്നില്ല. എടുത്തോ, 3-ാമത്തെ വാക്യം മുതൽ വായിച്ചാലോ? 3-ാമത്തെ വാക്യം മുതൽ, 3-ാം അധ്യായം 3-ാമത്തെ വാക്യം മുതൽ വായിച്ചേ. അപ്പോൾ മോശ പറഞ്ഞു, ഈ മഹാദൃശ്യം ഞാൻ അടുത്ത് ചെന്ന് ഒന്ന് കാണട്ടെ. മുൾപടർപ്പ് എരിഞ്ഞ് ചാമ്പലാകുന്നില്ലല്ലോ. അവൻ അത് കാണുന്നതിന് അടുത്ത് ചെല്ലുന്നത് കർത്താവ് കണ്ടു. മുൾപടർപ്പിന്റെ മധ്യത്തിൽ നിന്ന് ദൈവം അവനെ വിളിച്ചു. അതിനു മുമ്പേ ഈ 4-ാമത്തെ വാക്യം ഒന്നും കൂടി വായിച്ചേ. അവൻ അത് കാണുന്നതിന് അടുത്ത് ചെല്ലുന്നത് കർത്താവ് കണ്ടു. അണ്ടർലൈൻ ചെയ്തേ, കണ്ടു എന്നുള്ള വാക്യം. ഒരു പുണ്യാത്മാവ് വരികളിലൂടെ കടന്നുപോയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കണ്ടു. എൻ്റെ ആദ്യത്തെ പോയിന്റ് എന്തായിരുന്നു? കണ്ടുമുട്ടുക. അതൊന്ന് അണ്ടർലൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കണ്ടു. മുന്നോട്ട് വായിച്ചോ. മുൾപടർപ്പിന്റെ മധ്യത്തിൽ നിന്ന് ദൈവം അവനെ വിളിച്ചു. ഹലോ, വായിക്ക്. മോശേ അവൻ വിളി കേട്ടു. വിളി കേട്ടു എന്നുള്ളത് അണ്ടർലൈൻ ചെയ്തേ. വിളി കേട്ടു. ഇനി വായിച്ചോ. ഇതാ ഞാൻ അവിടുന്ന് അരുൾ ചെയ്തു, അടുത്ത് വരരുത്, നിന്റെ ചെരുപ്പ് അഴിച്ചു മാറ്റുക. എന്തുകൊണ്ടെന്നാൽ നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്. അവിടുന്ന് തുടർന്നു, ഞാൻ നിന്റെ പിതാക്കന്മാരുടെ ദൈവമാണ്, അബ്രാഹത്തിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം. മോശ മുഖം മറച്ചു. ദൈവത്തിന്റെ നേരെ നോക്കുവാൻ അവന് ഭയമായിരുന്നു. അത് മതി. ഇവിടെ നമ്മൾ കാണുന്ന സീൻ എന്താ? ഒരു സിനിമ പോലെ കാണണം. കത്തുന്ന മുൾപടർപ്പില് മോശ ആരെ കാണുന്നു? ദൈവത്തെ കാണുന്നു. കണ്ടോ? ദൈവിക പദ്ധതി നമ്മുടെ മുന്നിൽ വെളിപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്നാമതായിട്ട് ചെയ്യേണ്ട കാര്യം എന്ത് ചെയ്യണം? ദൈവത്തെ കണ്ടുമുട്ടണം. പോയിന്റ് പറഞ്ഞാൽ മതി. എന്താ? ആരെ കണ്ടുമുട്ടണം? ദൈവത്തെ കണ്ടുമുട്ടണം. മോശ ഇവിടെ ആദ്യമായിട്ട് ദൈവത്തെ കണ്ടുമുട്ടുകയാണ്. ബാക്കി എൻ്റെ കൂടെ യാത്ര ചെയ്ത് ഞാൻ പറഞ്ഞു തരാം. മോശ ദൈവത്തെ കാണുന്നു, ദൈവവും മോശയെ
കണ്ടുമുട്ടുന്ന നിമിഷമാണത്. വീണ്ടും മാർക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 16 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. അവൻ ഗലീല കടൽത്തീരത്തിലൂടെ കടന്നു പോകുമ്പോൾ ശിമയോനെയും അവന്റെ സഹോദരൻ അന്ത്രയോസിനെയും കണ്ടു. അണ്ടർലൈൻ ചെയ്യ്, അണ്ടർലൈൻ. കണ്ടു. ആദ്യം കണ്ടുമുട്ടുകൊണ്ടിരിക്കുകയാണ്. ആദ്യം നമ്മളെ ദൈവത്തെ കാണണമെങ്കിൽ കണ്ടുമുട്ടണം. കണ്ടു എന്നുള്ള വാക്ക് അണ്ടർലൈൻ ചെയ്യും. ആരൊക്കെയാണ് കണ്ടത്? കർത്താവ് കണ്ടത് ശിമയോനെയും അന്ത്രയോസിനെ. ഈ ശിമയോൻ ഇവരെയൊക്കെ മനസ്സിലേക്ക് കൊണ്ടുവരണം കേട്ടോ. അവസാനത്തെ പോയിന്റിൽ നമുക്ക് വലിച്ചു കൊണ്ടുവരാനുള്ള ആൾക്കാരാണ്. ഇവിടെ വിട്ടുപോയാൽ അവിടെ ഇട്ട് കഴിഞ്ഞാൽ ട്രെയിൻ വിട്ടുപോകും. അപ്പൊ ആരെയൊക്കെ കണ്ടു? ശിമയോനെയും അന്ത്രയോസിനെയും കണ്ടു. മുന്നോട്ട് വായിച്ചോ. മീൻപിടുത്തക്കാരായ അവർ കടലിൽ വലയെറിയുകയായിരുന്നു. യേശു അവരോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുവിൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. ഉടനെ വല ഉപേക്ഷിച്ച് അവർ അവനെ അനുഗമിച്ചു. കുറച്ചു ദൂരം കൂടി പോയപ്പോൾ സെബദിയുടെ പുത്രനായ യാക്കോബിനെയും അവന്റെ സഹോദരൻ യോഹന്നാനെയും കണ്ടു. അണ്ടർലൈൻ ചെയ്യ്. ആരെയൊക്കെ കണ്ടു? സെബദി പുത്രന്മാരായ യാക്കോബിനെയും യോഹന്നാനെയും കണ്ടു. മുമ്പ് ആരെയൊക്കെ കണ്ടു? അതിനു മുമ്പ് ആരെ കണ്ടു? മോശ. ഇപ്പൊ ആരെയൊക്കെ കണ്ടു? മോശനെ കണ്ടു, പിന്നെ ശിമയോനെയും അന്ത്രയോസിനെയും കണ്ടു, പിന്നെ യാക്കോബ്, യോഹന്നാൻ. 5 പേരെ കണ്ടു. അത്രയും മതി. വീണ്ടും മാർക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 13-14. 13 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. മാർക്കോസ് 2:13-14. യേശു വീണ്ടും കടൽ തീരത്തേക്ക് പോയി. ജനക്കൂട്ടം അവന്റെ അടുത്തെത്തി. അവൻ അവരെ പഠിപ്പിച്ചു. അവൻ കടന്നുപോയപ്പോൾ ഹെൽപ്പയുടെ പുത്രനായ ലേവി ചുങ്കസ്ഥലത്ത് ഇരിക്കുന്നത് കണ്ട്. അണ്ടർലൈൻ ചെയ്യും. ചുങ്കസ്ഥലത്ത് ഇരിക്കുന്നത് കണ്ട്. കാണണം. അവനിങ്ങനെ ചുങ്കസ്ഥലത്ത് ഇരിക്കുകയാണ്. അത് കർത്താവ് കണ്ടു. കർത്താവിനെ കണ്ടുമുട്ടണം. അതാണല്ലോ എൻ്റെ പോയിന്റ്. ഇത് സാധൂകരിക്കാൻ വേണ്ടി ഞാൻ ഏതറ്റം വരെയും പോകും. മനസ്സിലാവുന്നുണ്ടോ? കർത്താവ് കണ്ടു. വായിച്ചോ, മുന്നോട്ട് വായിച്ചോ. അവനോട് ഇരിക്കുന്നത് കണ്ട് അവനോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക. അവൻ എഴുന്നേറ്റ് യേശുവിനെ അനുഗമിച്ചു. മതി, യേശുവിനെ അനുഗമിച്ചു. അപ്പൊ ആദ്യം നമ്മൾ ആരെ കണ്ടു? ഒന്നും കൂടി ഓർക്കുക, വ്യക്തമായിട്ട് ഓർക്കുക. ആദ്യം ആരെ കണ്ടു? രണ്ടാമത് ആരെ കണ്ടു? അന്ത്രയോസിനെ കണ്ടു. പിന്നെ ആരെ കണ്ടു? യാക്കോബും യോഹന്നാനെ കണ്ടു. ഇപ്പൊ ആരെ കണ്ടു? ലേവിയുടെ മറ്റൊരു പേരെന്താ? മത്തായിയെ കണ്ടോ? അപ്പൊ ആ ദൈവിക പദ്ധതി ഇവിടെ ഫസ്റ്റ് സ്റ്റെപ്പാണ്. ഇവരൊക്കെ ദൈവത്തെ കണ്ടു. ഇങ്ങനെ ഇനി ആരെങ്കിലും നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ദൈവത്തെ കണ്ട ആളുകള്? ശിഷ്യന്മാര് വേറെ ആരെങ്കിലും? ശിഷ്യന്മാരെല്ലാവരും ഉണ്ട്. ഇനി അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ നിന്ന് ആരെങ്കിലും കാണിച്ചു തരാൻ പറ്റുമോ? പൗലോസ് അല്ലേ? യാത്ര ചെയ്യുന്ന സമയത്ത് കുതിരപ്പുറത്തുനിന്ന് താഴെയിട്ടു, ദൈവത്തെ കണ്ടു. ഇത്രയും മനസ്സിലേക്ക് കൊണ്ടുവന്നാൽ മതി. അപ്പൊ ആദ്യമായിട്ട് ദൈവിക പദ്ധതി വെളിപ്പെടണമെങ്കിൽ നമ്മൾ ദൈവത്തെ കണ്ടുമുട്ടണം. ജീവിതത്തില് ദൈവത്തെ കണ്ടുമുട്ടണം നമ്മളെല്ലാവരും. എവിടെയൊക്കെയാണ് ജീവിതത്തിൽ ദൈവത്തെ കണ്ടുമുട്ടാൻ പറ്റുക എന്ന് പറഞ്ഞുതരാമോ? വചനത്തിൽ ദൈവത്തെ കണ്ടുമുട്ടാം. പിന്നെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിൽ സിസ്റ്റർ പറഞ്ഞു കണ്ടുമുട്ടി. പിന്നെ ടീച്ചറെ കുംഭസാരത്തിൽ ദൈവത്തെ കണ്ടുമുട്ടി. പിന്നെ സഹനത്തിൽ. വെരി ഗുഡ്. ഉണ്ടോ? സഹനത്തില് ദൈവത്തെ കണ്ടുമുട്ടണം. ഓരോ സഹനങ്ങളും ദൈവം നമുക്ക് തരുന്നത് ദൈവത്തോട് മറുതലിക്കാനല്ല, മറിച്ച് ദൈവത്തെ ആ സഹനങ്ങളിൽ കണ്ടുമുട്ടാൻ വേണ്ടിയിട്ട്. 100 മാർക്ക് അമ്മച്ചിക്ക് കേട്ടോ. വെരി ഗുഡ്, സൂപ്പർ. ഇനി വേറെ എവിടെയെങ്കിലും ഉണ്ടോ ദൈവത്തെ കണ്ടുമുട്ടാൻ? സഹോദരങ്ങളിൽ സിസ്റ്റർ, വെരി ഗുഡ്. വേറെ എവിടെയെങ്കിലും? പാവങ്ങളിൽ. ഓക്കെ. അതാണ് ദൈവത്തെ നമ്മൾ കണ്ടുമുട്ടണം. ആദ്യമായിട്ട് ദൈവത്തില് കണ്ടുമുട്ടണം. നമ്മുടെ ജീവിതത്തിലെ ഓരോ സന്തോഷ അനുഭവങ്ങളിലും ഓരോ വിപരീത അനുഭവങ്ങളിലും ദൈവത്തെ നമ്മൾ കണ്ടുമുട്ടണം. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്. ദിവ്യകാരുണ്യത്തിൽ ഈശോയെ കണ്ടെത്തണം. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധ കുർബാനയിൽ ഈശോയെ കണ്ടെത്തണം. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധ കുംഭസാരത്തിൽ ഈശോയെ കണ്ടെത്തണം. പ്രൈസ് ദി ലോർഡ്. ഓരോ കൂദാശയിലും ഈശോയെ കണ്ടെത്തണം. പ്രൈസ് ദി ലോർഡ്. അടുത്തിരിക്കുന്ന ആളെ ദൈവത്തെ കണ്ടെത്തണം. പ്രൈസ് ദി ലോർഡ്. തൊട്ടടുത്ത് നിൽക്കുന്ന ആളെ ഒന്ന് ഒന്ന് ചിരിച്ചേ. എന്നിട്ട് പറഞ്ഞേ, നിന്റെ മുഖം ദൈവത്തിന്റെ മുഖം പോലെയാണെന്ന് പറഞ്ഞേ. എന്നിട്ട് പറഞ്ഞേ, നിന്റെ ചിരി ഈശോയുടെ ചിരി പോലെയാണെന്ന് പറഞ്ഞേ. വലതുകരം ഉയർത്തി പറഞ്ഞേ പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 അപ്പൊ ഒന്നാമത്തെ ചിന്ത എന്തായിരുന്നു?
ദൈവത്തെ കണ്ടു ദൈവിക പദ്ധതി വെളിപ്പെടാൻ ഒന്നാമത്തേത് ദൈവത്തെ കണ്ടുമുട്ടുക. രണ്ടാമത്തെ എന്താണെന്ന് ഓർക്കുന്നുണ്ടോ ആരെങ്കിലും? കൂടെ ഇരിക്കുക. എന്തോ? കൂടെ ഇരിക്കുക. രണ്ടാമത്തേത് കൂടെ ഇരിക്കാം. അപ്പൊ ഞാൻ വീണ്ടും പോവാണ്. കഴിഞ്ഞ പോയിന്റിൽ ആദ്യം ഞാൻ കണ്ടുമുട്ടിയ വ്യക്തി ആരായിരുന്നു? മോശ. എടുത്തോ, വചനം എടുത്തോ, പുറപ്പാട് 36-ാം അധ്യായം എടുക്കുക. അപ്പൊ മോശേനെ നമുക്ക് എല്ലാവർക്കും അറിയാലോ. ജത്രയുടെ മോശയുടെ അമ്മായിപ്പന്റെ ആടുകൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഹോറോബ് മലയിൽ വെച്ച് കർത്താവ് മോശയ്ക്ക് പ്രത്യക്ഷപ്പെട്ടു. എൻ്റെ ജനത്തെ നയിക്കേണ്ടത് നീയാണെന്ന് പറയുന്നു. പിന്നീട് ഫറവോന്റെ അടുത്ത് ചെല്ലുന്നു. ഫറവോയോട് പറയുന്നു, എൻ്റെ ജനത്തെ ആരാധിക്കാനായിട്ട് വിട്ടുതരില്ലെന്ന് പറയുമ്പോൾ 10 എന്ത് കൊടുക്കുന്നു? കൽപ്പനയൊന്നുമല്ല, 10 മഹാമാരികള് 10 മഹാമാരികള് ദൈവം അയക്കുന്നു. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? അവസാനം ഗതി കെട്ടിട്ട് ഫറവോ മോശയുടെ കൂടെ ജനത്തെ പറഞ്ഞയക്കുന്ന വഴിയിൽ ചെങ്കടൽ രണ്ടാക്കും. ആദ്യം ദൈവത്തെ ചെങ്കടൽ രണ്ടാക്കും. പിന്നെ അതൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് വന്ന സീനായ് മലയിൽ വെച്ചിട്ട് നീ പറഞ്ഞ കാര്യം എന്ത്? കൽപ്പന. കൽപ്പനയെന്ന് വിട്ടിട്ടില്ല. 10 കൽപ്പനകൾ ദൈവം നൽകുന്നു. ആ ഒരു സീനാണ്, അതൊക്കെ കഴിഞ്ഞിട്ടുള്ള സീനാണ് നമ്മൾ കാണുന്നത്. എടുത്ത് 34-ാമത്തെ അധ്യായം 28 മുതൽ 30 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിച്ചേ. മോശ 40 പകലും 40 രാവും കർത്താവിനോടുകൂടെ അവിടെ ചിലവഴിച്ചു. എത്ര രാവും പകലും? 40 രാവും പകലും കർത്താവിനോടൊപ്പം ചെലവഴിച്ചു. ഓക്കെ. അവൻ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ ചെയ്തില്ല. ഉടമ്പടിയുടെ വചനങ്ങളായ 10 പ്രമാണങ്ങൾ അവൻ പലകകളിൽ എഴുതി. 2 സാക്ഷ്യഫലങ്ങളും വഹിച്ചുകൊണ്ട് മോശ സീനായി മലയിൽ നിന്ന് താഴേക്ക് വന്നു. ദൈവവുമായി സംസാരിച്ചതിനാൽ തന്റെ മുഖം തേജോമയമായി എന്ന കാര്യം അവൻ അറിഞ്ഞില്ല. അഹറോനും ഇസ്രായേൽ ജനവും മോശയുടെ മുഖം പ്രശോഭിക്കുന്നത് കണ്ടു. അവനെ സമീപിക്കാൻ അവർ ഭയപ്പെട്ടു. ഇത്രേ ഉള്ളൂ. ആദ്യം ദൈവത്തെ കണ്ടുമുട്ടുക. രണ്ടാമത്തെ ദൈവത്തിന്റെ കൂടെ ഇരിക്കുക. രണ്ടാമത്തെ പോയിന്റിലേക്ക് നമ്മൾ വന്നേക്കാണ്. മോശ എത്ര ദിനരാത്രങ്ങൾ കർത്താവിന്റെ കൂടെ ഇരുന്നു? 40 ദിനരാത്രങ്ങൾ എന്ന് ഈ വചനം പറയുന്നു. പക്ഷേ അതിന് മുന്നോട്ടും പിന്നോട്ടും കർത്താവിനെ കണ്ടു കഴിഞ്ഞിട്ട് പിന്നീട് കർത്താവിന്റെ കൂടെ ഇരിപ്പാണ് മോശ. ഇസ്രായേൽ ജനത്തെ നയിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ പിതാവായ ദൈവം എന്താണ് അഗ്നിസ്തംഭമായും അതോടൊപ്പം തന്നെ മേഘസ്തംഭമായിട്ടും ഒക്കെ ഈ ഇസ്രായേൽ ജനത്തിന്റെ കൂടെ മോശയുടെ കൂടെ യാത്ര ചെയ്യുന്നുണ്ട്. അതായത് എപ്പോഴും മോശ ദൈവത്തിന്റെ കൂടെ ആയിരിക്കുകയാണ്. നമ്മൾ ദൈവത്തെ ആദ്യം കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് നമ്മൾ ചെയ്യേണ്ട കാര്യം കൂടെ ആയിരിക്കണം. ചില ആളുകളൊക്കെ ഉണ്ട്, ധ്യാനത്തിനൊക്കെ വരും. ധ്യാനത്തിനൊക്കെ വന്നിട്ട് കർത്താവിനെ കണ്ടുമുട്ടും. നല്ല അനുഭവമൊക്കെ കിട്ടും. വചന സന്ദേശമൊക്കെ കേൾക്കും. ഇപ്പം എൻ്റെ പോലത്തെയൊക്കെ വചന സന്ദേശമൊക്കെ കേട്ട് കഴിയുമ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല. വചന സന്ദേശമൊക്കെ കണ്ട് ആ വചനത്തിൽ ദൈവത്തെ കണ്ടുമുട്ടും. അല്ലെങ്കിൽ നല്ലൊരു കുമ്പസാരമൊക്കെ നടത്തി ദൈവത്തെ കണ്ടുമുട്ടും. കണ്ടുമുട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കൂടിയിരിക്കത്തില്ല. മനസ്സിലായോ? കൂടെ ഇരിക്കണം. ഏത് ബന്ധവും വ്യക്തിബന്ധവും സ്ഥിരമായിട്ട് നിലനിൽക്കണമെങ്കിൽ കൂടെ ഇരിക്കണം. കൂടെ ഇരിക്കാനായിട്ട് പലപ്പോഴും പലർക്കും കഴിയാതെ പോകും. ധ്യാനത്തിനൊക്കെ വന്നിട്ട് ഇനി മദ്യപിക്കത്തില്ലെന്ന് തീരുമാനം എടുക്കും, അല്ലെങ്കിൽ ഇനി പരദൂഷണം പറയത്തില്ലെന്ന് തീരുമാനം എടുത്തു പോവും. പക്ഷെ പിന്നീട് ആൾക്കാർ എന്ത് ചെയ്യത്തില്ല? ഈശോയുടെ കൂടെ ഇരിക്കത്തില്ല, ഈശോയോട് പ്രാർത്ഥിക്കത്തില്ല. പ്രാർത്ഥിക്കാതെ വരുമ്പോ ആ കൃപയൊക്കെ ചോർന്നു പോകും. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഉൽപ്പത്തി 37 എടുത്ത്. ഉൽപ്പത്തി 37-ാം അധ്യായം എടുത്ത്. ഒരു വ്യക്തിയുടെ ഹെഡിങ് അവിടെ പറയുന്നുണ്ട്. ഒരു വ്യക്തിയെ കുറിച്ച് പറയുന്നുണ്ട്. ആരെ കുറിച്ചാ പറയുന്നത്? ജോസഫ്. ജോസഫ് എന്ന് പറയുന്നത് വളരെയധികം കഷ്ടപ്പാടുകളിലൂടെ ഏകദേശം 13 വർഷങ്ങള് നരകയാതനയിലൂടെ വേദനയിലൂടെയൊക്കെ കടന്നുപോയ ഒരു മനുഷ്യനാണ്. കഴിഞ്ഞ മുമ്പത്തെ ആഴ്ച അച്ഛൻ റൂബനെയൊക്കെ കുറിച്ചൊക്കെ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? ജോസഫിനെ കൊണ്ടുപോയി യാക്കോബിന്റെ മകനായ ജോസഫിനെ കൊണ്ടുപോയി എവിടെ ഇടും? കിണറ്റിലിടും. പൊട്ടക്കിണറ്റിലിടും, കുഴിയിലിടും. കുഴിയിലിട്ട് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടുത്തി ആരാണ് സഹായിക്കുന്നത്? റൂബൻ സഹായിച്ചിട്ട് എങ്ങോട്ടേക്ക് പറഞ്ഞു വിടും? ഈജിപ്തിലേക്ക് പറഞ്ഞു വിടും. അവിടെ ആദ്യം എന്ത് ചെയ്യും? പോത്തിഫറിന്റെ എവിടെ നിൽക്കും? വീട്ടില് ഒക്കെ നിൽക്കും. എന്നിട്ട് എന്താണ്
വ്യഭിചാര കുറ്റമൊക്കെ അവൻ്റെ മേൽ ആരോപിച്ചിട്ട് കാരാഗ്രഹത്തിലടയ്ക്കും. അവിടെ നിന്ന് രാജാവിൻ്റെ സ്വപ്നം വ്യാഖ്യാനിച്ചിട്ട് അവൻ എന്ത് ചെയ്യും? ഈജിപ്തിന്റെ അധിപനായിട്ട്. എല്ലാവരും എഴുന്നേക്ക്. ജോസഫ് ദൈവത്തിന്റെ അരൂപിയുള്ള ഒരു വ്യക്തിയായിരുന്നു. അവൻ ദൈവത്തോട് മറുതലിക്കാനായിട്ട് 1000 കാരണങ്ങളുണ്ടായിരുന്നു. സഹോദരങ്ങൾ പൊട്ടക്കിണറ്റിൽ തള്ളിയിടുന്നു, അവിടെ നിന്ന് ഈജിപ്തുകാർക്ക് വിൽക്കുന്നു, പോത്തിഫറിന്റെ ഭാര്യ വ്യഭിചാര കുറ്റം അവന്റെ മേൽ ആരോപിക്കുന്നു. പക്ഷേ അപ്പോഴും അവൻ ദൈവത്തോട് കൂടെയാണെന്നുള്ളതാണ് പോയിന്റ്. മനസ്സിലാവുന്നുണ്ടോ? ദൈവത്തോട് കൂടെ ഇരിക്കുക എന്നുള്ളൊരു പോയിന്റാണ് അച്ഛൻ പറഞ്ഞു വരുന്നത്. ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും കർത്താവെ ഞാൻ അങ്ങേ വിട്ടു പോകത്തില്ല, കർത്താവെ രോഗം വന്നാലും അങ്ങേ വിട്ടു പോകത്തില്ല, കർത്താവെ മരണം വന്നാലും അങ്ങേ വിട്ടു പോകത്തില്ല, കടബാധ്യത വന്നാലും അങ്ങേ വിട്ടു പോകത്തില്ല, കർത്താവെ കുടുംബത്തിൽ അസ്വസ്ഥതകൾ വന്നാലും അങ്ങേ വിട്ടു പോകത്തില്ല. അങ്ങില്ലാതെ ഞാൻ ഒന്നും ചെയ്യത്തില്ല. എൻ്റെ ശ്വാസത്തിൽ നീ വേണം, എൻ്റെ കരങ്ങളിൽ നീ വേണം, എൻ്റെ ആത്മാവിൽ നീ വേണം, എൻ്റെ ഹൃദയത്തിൽ നീ വേണം, എൻ്റെ ജീവിതത്തിൽ നീ വേണം. നിന്റെ കൂടെ എനിക്ക് യാത്ര ചെയ്യണം. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആദ്യം ദൈവത്തെ കണ്ടു. പോയിന്റ് മനസ്സിലായോ? 2, ദൈവത്തിന്റെ കൂടെ ഇരിക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ടാമത്തെ ആളാരായിരുന്നു? മോശനെ ആദ്യം പറഞ്ഞു. മോശ ദൈവത്തിന്റെ കൂടെ നടക്കുകയാണ്. രണ്ടാമത്തെ ആരാ? ശിമയോൻ. പിന്നെ ദൈവത്തിന്റെ കൂടെ നടന്നോ? ഇല്ലേ? അയ്യോ, നടന്നു. അവസാനം ഒന്ന് തള്ളി പറഞ്ഞു എന്നല്ലാതെ പുള്ളിക്കാരൻ തിരിച്ചു വന്നു. ദൈവത്തോടൊപ്പമുള്ള യാത്രയായിരുന്നു. ഉണ്ടോ? രണ്ടാമത്തെ കാര്യം ദൈവത്തിന്റെ കൂടെ നടക്കുക. മൂന്നാമത്തെ ആളാരായിരുന്നു? അന്ത്രയോസ്. ദൈവത്തിന്റെ കൂടെ നടന്നു. കൂടെ നടക്കണം. ആദ്യം കണ്ടു കഴിഞ്ഞാൽ അവിടെ സ്റ്റോപ്പ് ചെയ്യരുത്, പിന്നെ കൂടെ നടക്കണം. പിന്നെ നാലാമത്തെ ആളാരായിരുന്നു? യാക്കോബ് കൂടെ നടന്നോ? അവസാനത്തെ ആളാരായിരുന്നു? യോഹന്നാൻ കൂടെ നടന്നോ? കൂടെ നടക്കണം. ദൈവത്തെ നമ്മൾ കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇരുന്ന് കളയരുത്, പിന്നെ കൂടെ നടക്കണം. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി നമ്മൾ ക്ലൈമാക്സിലേക്ക് വരികയാണ്. ഇനി മൂന്നാമത്തെ ചിന്ത എന്തായിരുന്നു? കാത്തിരിക്കുക. മൂന്നാമത്തെ ചിന്ത കാത്തിരിക്കുക. ഈ കുഞ്ഞിനെ കുറിച്ചുള്ള ദൈവിക പദ്ധതി ഇപ്പോഴും വെളിപ്പെട്ട് കിട്ടിയിട്ടില്ല. നീ എന്ത് ചെയ്യണം? കാത്തിരിക്കണം. ഉഷേച്ചിനെ കുറിച്ചുള്ള ദൈവിക പദ്ധതി ദൈവം വെളിപ്പെടുത്തിയിട്ടുണ്ടാവില്ല. കാത്തിരിക്കണം. ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി നമ്മളെല്ലാവരും കാത്തിരിക്കണം. നമുക്ക് വേണ്ടി തീർച്ചയായിട്ടൊരു പദ്ധതി ഉണ്ട്. അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കണം. ദാവീദ് രാജാവ് എത്ര കൊല്ലം കാത്തിരിക്കേണ്ടി വന്നെന്നറിയോ? രാജാവാകാൻ വേണ്ടിയിട്ട്. പറയുന്ന ആൾക്ക് ഒരു ചാക്ക് സ്നേഹം തരും, വേറൊന്നും തരില്ല. ദാവീദ് രാജാവ് 15-ാമത്തെ വയസ്സിലാണ് അഭിഷേകം ചെയ്യപ്പെടുന്നത്. 30-ാമത്തെ വയസ്സിലാണ് രാജാവായിട്ട് മാറുന്നത്. ഈ 15 കൊല്ലം ആ പാവം ഞെരുക്കത്തിലൂടെ കടന്നു പോകേണ്ടി വന്നു. ഇന്ന് സാവൂൾ രാജാവ് ഇവനെ കൊല്ലാൻ വേണ്ടിയിട്ട് ആളുകളെ വിട്ടേക്കുമായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? അസൂയ കൊണ്ടിട്ടേ. അതാണ് ഒരു യുദ്ധം കഴിഞ്ഞ് വരുമ്പോൾ ജനങ്ങൾ ഇങ്ങനെ പ്രഘോഷിക്കുകയാണ്, സാവൂൾ 1000-ങ്ങളെ കൊന്നു, ദാവീദ് 10,000-ങ്ങളെ. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ അയ്യോ, ഈ ദുഷ്ടൻ, ഈ ചെറുക്കൻ വളർന്ന് വലുതാവാണല്ലോ, ഇവനിങ്ങനെ വെച്ചിരുന്നത് ശരിയാവത്തില്ലല്ലോ എന്നുള്ള ചിന്ത കൊണ്ട് ഇവനെ കൊല്ലാൻ വേണ്ടിയിട്ട് ആളുകളെ വിട്ടേക്കാണ്. പക്ഷെ ദാവീദ് എന്ത് ചെയ്തു? ദൈവത്തെ കണ്ടുമുട്ടി, ദൈവത്തിന്റെ കൂടെ ഇരുന്നു, പിന്നെന്തും കൂടി ചെയ്തു? കാത്തിരുന്നു. ദൈവത്തിന്റെ പദ്ധതി എന്നിൽ നിവർത്തിതമാകാൻ വേണ്ടിയിട്ട് കാത്തിരുന്നു കഴിഞ്ഞപ്പോ എന്ത് കിട്ടി? കിരീടം. രാജാവായിട്ട് മാറി. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പിന്നെ ജോസഫ് എത്ര വർഷം കഴിഞ്ഞിട്ടാണ് ഈ പൊട്ടക്കിണറ്റിൽ നിന്ന് എത്ര വർഷം കഴിഞ്ഞിട്ടാണ് ഈജിപ്തിന്റെ അധിപനായിട്ട് മാറുന്നതെന്നറിയോ? ഓ, വെരി ഗുഡ്. 13 വർഷം. ടീച്ചറിനെ എവിടെ നിന്ന് കിട്ടിയത്? സീക്രട്ടായിട്ട്. വെറുതെ എന്നെ കൗൺസിലർ ആയത്. സീക്രട്ടായിട്ട് എല്ലാം മനസ്സിലാക്കിയെടുക്കുകയാണ് ബൈബിളിൽ നിന്ന്. 13 വർഷം കേട്ടോ. 13 വർഷം പാവം അടിമയായിട്ടൊക്കെ കിടന്ന് നരയിച്ചിട്ടാണ് ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് വരുന്നത്. ചില നരകയാതനകൾ ജീവിതത്തിൽ ഉണ്ടായാലും, ചില വേദനകൾ ജീവിതത്തിലുണ്ടായാലും, ചില കടബാധ്യതകൾ ജീവിതത്തിലുണ്ടായാലും, നീ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയാലും, ചില മരണങ്ങൾ നിന്നെ ദുഃഖത്തിലേക്ക് ആഴ്ത്തി നശിച്ച് വേദനിപ്പിച്ച് നുറുക്കിക്കൊണ്ടുപോയാലും, ജീവിതത്തിൽ വിപരീത അനുഭവങ്ങൾ ഉണ്ടായാലും, നീ തീർച്ചയായിട്ടും നിനക്കൊരു ഉയർച്ച ഉണ്ടാകും. 100% ദൈവം നിനക്കൊരു ഉയർച്ച നൽകും. അതിന് നീ കാത്തിരിക്കുക. നിരാശയോടെയല്ല, പ്രത്യാശയോടെ നീ കാത്തിരിക്കുക. ഇന്നിന്റെ മുറിവുകള് നാളെ ദൈവം സ്വർഗത്തിന്റെ തിരുമുറിവുകളാക്കി ഉയർത്തും. നിനക്ക് നന്മ ദൈവം തരും. വിശ്വസിക്കുന്നോ?
വിശ്വസിക്കുന്നോ? വലതുകരം ഉയർത്തി പറഞ്ഞേ പ്രൈസ് ദി ലോർഡ്, Praise the Lord. പ്രൈസ് ദി ലോർഡ്, Praise the Lord. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. Hallelujah. ദാവീദ് 15 വർഷം കാത്തിരുന്നപ്പോ ആരായിട്ട് മാറി? രാജാവായി. പിന്നെ ജോസഫ് 13 വർഷം കാത്തിരുന്നപ്പോ ആരായിട്ട് മാറി? ഈജിപ്തിന്റെ അധിപനായിട്ട് മാറി. ശിമയോൻ പത്രോസ് കർത്താവിനെ കണ്ടുമുട്ടി കർത്താവിന്റെ കൂടെ ഇരുന്ന് പിന്നീട് സഭയുടെ ആരായിട്ട് മാറി? ആദ്യത്തെ പോപ്പായിട്ട് മാറി, മാർപ്പാപ്പയായിട്ട് മാറി. കാത്തിരിക്കാനുള്ളൊരു മെന്റാലിറ്റി ഉണ്ടാകണം, കൂടെ ഇരിക്കാൻ ഒരു തുറവി ഉണ്ടാകണം, കണ്ടുമുട്ടാൻ ഒരു ദാഹമുണ്ടാകണം. പിന്നെയും ഒത്തിരി പേരെ നമുക്ക് കാണാം. ഈ മത്തായും യോഹന്നാനും ഒക്കെ കർത്താവിനെ കണ്ടു, കർത്താവിന്റെ കൂടെ ഇരുന്നു, പിന്നെ അവസാനം ഇവരൊക്കെ രക്തസാക്ഷികളായിട്ട് മാറി. ഇനി നിങ്ങൾ എന്നോട് ചോദിക്കും, ചിലരൊക്കെ ചോദിക്കും, അച്ഛാ ഈ കിടപ്പ് രോഗികളെ കുറിച്ച് ദൈവത്തിന്റെ പദ്ധതി എന്താന്ന്? ചില കുഞ്ഞുങ്ങളെയൊക്കെ കാണാറില്ലേ, ജനിച്ച് വീഴുമ്പോൾ മുതൽ കഴുത്തിന് താഴെ തളർന്നു പോകുന്നു. അല്ലെങ്കിൽ ചില രോഗികളൊക്കെ ഉണ്ടല്ലോ ചെറുപ്പത്തിലേ തളർവാദം പിടിപെട്ട് കിടക്കുന്നു. അവരെ കുറിച്ച് ദൈവത്തിന് പദ്ധതി ഉണ്ടോ? എന്താ പദ്ധതി? പദ്ധതി ഉണ്ടെന്ന് നമ്പർ അടിച്ചു. എന്താ പദ്ധതി? പറയ്, നീ തന്നെ പറഞ്ഞാ മതി, നീ തന്നെ പറഞ്ഞാ മതി. എന്താ പദ്ധതി? എനിക്കറിയില്ല. പദ്ധതി അറിയാന്ന് പറഞ്ഞ ആളാട്ടോ. ഇവിടെ അമ്മച്ചി പറഞ്ഞോണല്ലോ. ഉഷേച്ചി എന്താ പറഞ്ഞു? എന്താ പദ്ധതി? സഹനം. കണ്ടോ? ജ്ഞാനം കണ്ടോ? സഹനമാണ് അവരെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി. ആ സഹനമാണ്. ആ സഹനത്തിലൂടെ ഈ ലോകത്തെ വിശദീകരിക്കുക എന്നുള്ളതാണ് ദൈവത്തിന്റെ പദ്ധതി. കണ്ടോ? വലതുകരം ഉയർത്തി പറഞ്ഞേ പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കഴുത്തിന് താഴെ തളർന്ന ഒരു ചെറുപ്പക്കാരന്റെ ഒരു ഇന്റർവ്യൂ ഞാൻ ഷാലോൺ TV കൂടി കാണുമായിരുന്നു. അപ്പൊ അവൻ പറയാണ്, ബിബിൻ ഒറ്റയാണ് ആ പയ്യന്റെ പേര്. അവൻ പറയായിരുന്നു, അവൻ നല്ല ചോരത്തൽപ്പുള്ള ചെറുപ്പക്കാരനാണ്. 10-21 വയസ്സായപ്പോൾ ഒരു ബൈക്ക് ആക്സിഡന്റ് പറ്റി കഴുത്തിന് താഴെ തളർന്നു പോയി. അപ്പോൾ ഇന്റർവ്യൂവർ ചോദിക്കുകയാണ്, ദൈവത്തിന് തന്നെ കുറിച്ചുള്ള പദ്ധതി എന്താണെന്നാണ് തങ്ങൾക്ക് തോന്നുന്നത്? അപ്പോൾ അവൻ പറയുകയാണ്, ഞാനിങ്ങനെ കിടക്കുമ്പോഴും, ഞാൻ കിടന്ന കിടപ്പിനാണ് എല്ലാം ചെയ്യുന്നത്, പക്ഷെ കിടക്കുമ്പോഴും ഇപ്പോഴുള്ള എന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാനാണ്. കിടന്ന കിടപ്പിൽ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാനാണ്. ഞാൻ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, എന്നെ പോലെ വഴിതെറ്റി നടക്കുന്ന യുവാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, യുവജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ദമ്പതികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇതാണ് എന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി. സഭയിൽ ഒത്തിരി വിശുദ്ധരുണ്ട് കേട്ടോ, കിടപ്പ് രോഗികളായ വിശുദ്ധര്. ഇപ്പോൾ ജർമ്മൻകാരിയായിട്ടുള്ള തെരേസ ന്യൂമാൻ മിസ്റ്റിക്കാണ്. പഞ്ചക്ഷതങ്ങളൊക്കെ ശരീരത്തിലുള്ള അവരുടെ ഫോട്ടോ നമ്മൾ ഇന്റർനെറ്റിൽ സെർഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. കണ്ണിൽ നിന്ന് ബ്ലഡ് വരുന്ന ചിത്രമാണ് കാണാൻ പറ്റുള്ളൂ. ഭയങ്കര ഒരു മിസ്റ്റിക്കൽ ലൈഫാണ്. കയ്യിലൊക്കെ പഞ്ചക്ഷതങ്ങളൊക്കെ ഉള്ളൊരു സ്ത്രീയാണ്, സിസ്റ്ററാണ്, നണ്ണാണ്. അപ്പം അവര് വർഷങ്ങളോളം കിടപ്പാണ്. പിന്നെ മാർത്ത റോബിൻ എന്ന് പറയുന്ന ഒരു വിശുദ്ധയുണ്ട്. അവരും വാഴ്ത്തപ്പെട്ട മാർത്ത റോബിൻ, അവരും കിടന്ന കിടപ്പായിരുന്നു. 55 വർഷം കിടന്ന കിടപ്പാണ് ബെഡിൽ. പക്ഷെ അവർ പറയുമായിരുന്നു, എൻ്റെ അടുത്ത് ഈ ശുദ്ധീകരണ സ്ഥലത്ത് ആത്മാക്കൾ വരും, പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ട്. ഇവിടെ ഒരു അമ്മച്ചിയുണ്ട്, അങ്ങനെ ഇവിടെ ഒരു അമ്മച്ചിയുണ്ട്, നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു അമ്മച്ചിയുണ്ട്, ശുദ്ധീകരണ സ്ഥലത്ത് ആത്മാക്കളെ നേരിട്ട് കാണുന്ന, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു അമ്മച്ചിയുണ്ട്. അമ്മച്ചിയുടെ പെർമിഷൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഒരു അമ്മച്ചി ഇവിടെയുണ്ട്, മുടി നരച്ച ഒരു അമ്മച്ചി നമ്മുടെ നടുവിൽ ഇരിപ്പുണ്ട്. ശുദ്ധീകരണ സ്ഥലത്ത് ആത്മാക്കൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന. വലതുകരം ഉയർത്തി പറഞ്ഞ് ശുദ്ധീകരണ സ്ഥലത്ത് ആത്മാക്കളെ കാണുന്ന. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ടോ? ഓരോരുത്തരെയും കുറിച്ച് ദൈവത്തിന് വ്യക്തമായ പദ്ധതിയുണ്ട്. ആരും നിരാശപ്പെടണ്ട, ആരും നുറുങ്ങണ്ട. എൻ്റെ ജീവിതത്തിനെ കൊണ്ട് ഒരു ഉപകാരമില്ല, ഒരു ഗുണമില്ലെന്ന് വിചാരിക്കണ്ട. ദൈവത്തിന് എന്നെക്കുറിച്ചും നിന്നെക്കുറിച്ചും വളരെ വ്യക്തമായ പദ്ധതിയുണ്ട്. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.